അതൊന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ശ്രീ കെ അബ്ദുൽ ജബ്ബാർ, ഷാബു പറയുന്നത് പോലെ ഏത് സംഘടനയും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രവർത്തകൻ സംഘടനയ്ക്ക് വേണ്ടി ജീവൻ ത്യജിക്കുക എന്നൊന്നും ഞാൻ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. കാര്യം എന്താണ് അത് ആ മരണം ഉണ്ടാക്കുന്ന നഷ്ടം ആത്യന്തികമായി കുടുംബത്തിന് മാത്രമാണ്. ഒരു കാലത്ത് എന്താണ് രക്തസാക്ഷികൾ സിന്ദാബ എന്നൊക്കെ മുദ്രാവാക്യം ഞാനും വിളിച്ച ആളാണ്. പക്ഷെ നമ്മുടെ തിരിച്ചറിവിൻ്റെ ഒരു ഘട്ടം അവന് മനസ്സിലാവുമല്ലോ. ഇതിന് ആത്യന്തികമായ നഷ്ടം അവൻ്റെ വീട്ടുകാർക്ക് മാത്രമാണ്. ആത്യന്തികമായ അവസാനം വരെ വേദന അവൻ്റെ വീട്ടുകാർക്ക് മാത്രമാണ് എന്നൊരു ബോധ്യം നമ്മളിലേക്ക് എത്തുമല്ലോ. അതുകൊണ്ട് ഒരുപാട് ഗ്ലോറിഫൈ ചെയ്യേണ്ടതില്ല. പക്ഷേ ഒരു സംഘടനയ്ക്ക് വേണ്ടി ഒരാൾ ജീവൻ കളഞ്ഞാൽ ആ സംഘടന അതിൻ്റെ തൊട്ട് പിന്നാലെ നിൽക്കും എന്നുള്ളത് നമ്മുടെ കേരള ചരിത്രത്തിലെ ഈ പറഞ്ഞ രക്തസാക്ഷി ചരിത്രം നോക്കിയാൽ മൊത്തം അറിയാം. അത്തരമൊരു കൂടെ നിൽപ്പ് നിങ്ങളുടെ സംഘടന ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ശ്രീ കെ അബ്ദുൽ ജബ്ബാർ? തീർച്ചയായും 100% ഞങ്ങൾ കൂടെ നിന്നിട്ടുണ്ട്. ഷാൻ ഞങ്ങളുടെ ഒരു സാധാരണ പ്രവർത്തകനല്ല, ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കേസിൽ അദ്ദേഹത്തിന് നീതി ലഭിക്കുന്നത് വരെ ഞങ്ങൾ നിയമപരമായ പോരാട്ടം നടത്തുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം പരിപൂർണമായി ഞങ്ങൾ സഹകരിക്കും. ഞങ്ങളുടെ പ്രിയപ്പെട്ട സെക്രട്ടറിയാണ്, പ്രിയ സഹോദരനാണ് ഷാൻ. ഷാബു പ്രസാദ് പറയുന്നത് പോലെയല്ല, പൊതുസമൂഹത്തിന് ഞങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഷാബു പ്രസാദ് പറയുന്ന തെറ്റിദ്ധാരണകളൊന്നും ആരും വിശ്വസിക്കാനും പോകുന്നില്ല. മറ്റൊന്ന്, പോലീസുകാരെ അടച്ചാക്ഷേപിക്കുകയല്ല. മുമ്പൊരിക്കൽ നമ്മുടെ കേരളത്തിൽ താനൂരിലെ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് ബാലഗോകുലത്തിൻ്റെ പരിപാടിയിൽ ബോംബെറിഞ്ഞ് കൊല്ലാനുള്ള പ്ലാനിൽ ശ്രീകാന്ത് എന്നൊരു RSSകാരെ കൊല്ലപ്പെട്ടു. അന്നൊരു പോലീസുകാരൻ പറഞ്ഞിരുന്നു, മലപ്പുറത്തെ ദൈവം രക്ഷിച്ചു എന്ന് പറഞ്ഞിരുന്നു. അത്ര ധീരരായ പോലീസുകാർ കേരളത്തിലുണ്ട്. പക്ഷേ ആ പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തരമന്ത്രി എന്തോ ഭയപ്പെട്ടുകൊണ്ട് പോലീസിനെ നിയന്ത്രിക്കുന്നില്ല ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസിനെ നിയന്ത്രിക്കുന്നത് മാരാർജി ഭവനിൽ നിന്നാണെന്ന്. ഇത് തിരുത്തേണ്ടതുണ്ട്. എല്ലാ മനുഷ്യർക്കും നീതി കിട്ടിയെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എല്ലാവരുടെയും ചോര ഒരുപോലെയാണ്. എല്ലാ കൊലപാതകങ്ങളും അപലപിക്കപ്പെടേണ്ടതാണ്. എല്ലാ കൊലപാതകങ്ങളും പാടില്ലാത്തതാണ്. ഷാബു പ്രസാദ് വലതുപക്ഷ നിരീക്ഷകനായിട്ട് വന്നതെങ്കിലും സംഘപരിവാരത്തിൻ്റെ വക്താവായിട്ട് വരുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൊന്നില്ലെങ്കിൽ നിങ്ങളും കൊല്ലപ്പെടില്ല. ആയുധം താഴെ വെച്ച് സമാധാനത്തോട് മുന്നോട്ട് പോയാൽ കേരളമാണിതെന്ന് മുഖ്യമന്ത്രി പലപ്പോഴും പറയുന്ന പോലെ ഓരോ പൗരനും പറയാൻ കഴിയും ഇത് കേരളമാണെന്ന്. ഒരു സംശയവുമില്ല.